ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതിന്റെ ശബ്ദ സംപ്രേഷണത്തിലേക്ക് പോലീസ് അസോസിയേഷന്റെ പരിപാടി. നിലപാട് സ്വീകരിച്ചില്ല. അച്ചടക്കധിഷ്ഠിതമായ സംഘടനാ പ്രവർത്തനം പൊതുജന നന്മക്ക് മുതൽക്കൂട്ടാകും. ഇതാണ് കേരളത്തിലുണ്ടായ ധാരണ. അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ തുറന്നു പോരുന്നത്. ഈ കഴിഞ്ഞ കാലം പരിശോധിച്ചാൽ കേരള പോലീസിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായി എന്ന് കാണാൻ നമുക്ക് കഴിയും. നല്ല രീതിയിലുള്ള ജനകീയ അത് അന്വർത്ഥമാക്കും വിധമുള്ള വിവിധ ഇടപെടലുകൾ എല്ലാം നാടിന് അനുഭവിക്കാൻ കഴിയും. ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സേന ആ നിലയിലേക്ക് കേരളത്തിലെ പോലീസ് സേന എത്തിയിരിക്കുന്നു എന്നതാണ്. മുൻപൊക്കെ കേരളത്തിൽ ഇടയ്ക്കിടെ ക്രമസമാധാന നിലവിളികൾ ഉയരുമായിരുന്നു. എന്നാൽ ഇപ്പോ എവിടെയും അതുണ്ടായിട്ടില്ല. ക്രമസമാധാനം എന്ന വിഷയം മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ്. പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ കോട്ടയത്ത് അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് മാറരുത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പോലീസിനോട് സുപ്രധാനമായ പങ്കാണ് പോലീസ് സേനയിലെ ഓരോ അംഗവും വഹിക്കുന്നത്. ക്രമസമാധാന പാലനത്തിലെന്ന പോലെ ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലും മികവ് പുലർത്താൻ കേരള പോലീസിന് സാധിക്കുന്നുണ്ട്. പല നാളുകളായി തെളിയിക്കപ്പെടാതിരുന്ന എത്രയോ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനായി. ലഹരി, മയക്കുമരുന്ന് റാക്കറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുന്നു. കേരളത്തിന് പുറത്തുള്ള റാക്കറ്റുകളെ വരെ കേരള പോലീസിന് കണ്ടെത്താനാകുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങളിലും ശക്തമായ നടപടി സ്വീകരിക്കുന്നു. എത്ര ഉന്നതനാണെങ്കിലും മുഖം നോക്കാതെ നമ്മുടെ പോലീസ് നടപടിയെടുക്കും എന്ന നിലയുണ്ടായിരിക്കുന്നു. വിദേശങ്ങളിൽ പോലും പോയി അതിവിദഗ്ധമായി സൈബർ കേസുകൾ പിടിച്ചെടുക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നു. ഇതെല്ലാം വളരെ വലിയ മാറ്റമാണ് എന്നത് വ്യക്തമാണ്. ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഇന്ന് കേരള പോലീസിന് ആരെയും പേടിക്കേണ്ടതില്ല. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും കേസ് അന്വേഷണത്തിൽ പോലീസിന് വിലങ്ങുതടിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്നവർക്ക് നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇപ്പോൾ പൊതുവെ പൊതുസമൂഹത്തിലുണ്ട്. ഇത്തരം മാറ്റങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്നത് ഗൗരവമായി കാണണം. ഇത്തരക്കാരുടെ
പ്രവർത്തനമാണ് പോലീസ് നേടിയ സൽപ്പേരിനെ കളങ്കപ്പെടുന്നത്. ഒരാൾ ചെയ്യുന്ന തെറ്റ് പലപ്പോഴും സേനക്കാകെ അപമാനം വരുത്തിവെക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായി വിവരങ്ങളുണ്ട്. അത്തരക്കാരെ കേരളത്തില് പോലീസ് സേനയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവെ സർക്കാരിനുള്ളത്. ഈ കാഴ്ചപ്പാടോടെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷം എടുത്താൽ ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടത് 108 പോലീസ് ഉദ്യോഗസ്ഥരാണ്. പോലീസ് ജനസേവകരാണ് എന്ന് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ വേദിയിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഏറിയ കൂർ. അത്തരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കലവറയില്ലാത്ത പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. മുന്നിൽ വരുന്ന വിഷയങ്ങളിൽ മനുഷ്യത്വവും നീതിയുമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. സ്വതന്ത്രവും നീതിപൂർവകവുമായി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയണം. അതിന് പ്രാപ്തരായവരാണ് ഇപ്പോൾ കേരള പോലീസ് സേനയിലെ അംഗങ്ങൾ. അടുത്തിടെയായി നമ്മുടെ സേനയിലേക്ക് കടന്നു വരുന്നവരെ പരിശോധിച്ചാൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ധാരാളം ആളുകൾ പോലീസ് സേനയിലേക്ക് കടന്നു വരികയാണ്. വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനം അവരിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ പോലീസ് സേനയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക, ഇതിനുള്ള വിവിധ ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ വ്യാപനം മൂലം കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവയെ നേരിടാൻ കഴിയുന്ന നിലയിലേക്ക് കേരള പോലീസിനെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ ജനറലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സൈബർ പോലീസ് ഡിവിഷൻ ആരംഭിച്ചത്. ഈ കാഴ്ചപ്പാടോടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായി എറണാകുളത്തും കോഴിക്കോടും ഓരോ സൈബർ ഡോം വീതം ആരംഭിച്ചത്. ഇതോടൊപ്പം തന്നെ ഈ ഡ്രോണുകൾ സൃഷ്ടിച്ചേക്കാവുന്ന സുരക്ഷാ ഭീഷണി മറികടക്കുന്നതിനായി ഡ്രോൺ ഫോറൻസിക് ലാബ് വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ സേനയാണ് കേരള പോലീസ് സേന. കേരള പോലീസ് ഇതിനു പുറമെ ഒരു ഫോറൻസിക് സോഫ്റ്റ്വെയറും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പോലീസിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായതും നിലവിൽ ലഭ്യമായതുമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും പുതിയ സങ്കേതങ്ങളുടെ വികാസവും നാം ലക്ഷ്യമിടുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ, തെളിവ് ഫയലുകൾ തുടങ്ങിയവ
അത് നിർമ്മിത ബുദ്ധി ഫലപ്രദമായി സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫയലുകൾ അതിവേഗം വിശകലനം ചെയ്യാനും അതുവഴി കുറ്റപത്രം തയ്യാറാക്കാനും നിർമ്മിത ബുദ്ധി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകും. പോലീസിനെ ജനകീയവൽക്കരിച്ചു കഴിഞ്ഞു, കൂടുതൽ ജനകീയവൽക്കരിക്കുക, ഇതാണ് സർക്കാരിൻ്റെ നയം. ജനകീയവൽക്കരണം ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാവണം. ഏറ്റവും താഴേക്കടയിലുള്ളവർക്ക് പോലും നീതി ലഭ്യമാക്കാനാവണം. അപ്പോൾ നീതി ലഭ്യമാകേണ്ടവർക്കും വേണ്ടിയുള്ള നിലപാടുകളാണ് നാം സ്വീകരിച്ചു പോകേണ്ടത്. ഈ ഘട്ടത്തിൽ ക്രിമിനലുകളെയും ദല്ലാളന്മാരെയും മറ്റും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല, പൊതുസമൂഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ക്രമസമാധാന പരിപാലനം ആവശ്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ പോലീസിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കേവലം ക്രമസമാധാന പരിപാലനം മാത്രമല്ല പോലീസിന്റെ ജോലിയെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചവരാണ് നിങ്ങൾ. പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സംവിധാനമെന്ന നിലയിൽ കേരളത്തിലെ പോലീസ് നിലകൊണ്ടിട്ടുണ്ട്. പ്രളയവും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായ ഘട്ടങ്ങളിൽ മികച്ച ഇടപെടലുകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ നല്ല രീതിയിൽ ആളുകളെ മരുന്നും ഭക്ഷണവും മറ്റും എത്തിച്ച് സഹായിക്കാൻ പോലീസ് തയ്യാറായി. പ്രായമായവരുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്താനും പോലീസിന് കഴിഞ്ഞു. പ്രളയകാലത്ത് സമാനതകളില്ലാത്ത വിവിധ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടത്. അതേ മാതൃക തന്നെയാണ് വയനാട് ദുരന്തമുഖത്തും നിങ്ങൾ പ്രകടിപ്പിച്ചത്. ആ ദുരന്തമുഖത്ത് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു. രക്ഷാപ്രവർത്തനത്തോടൊപ്പം അവിടെയുള്ള ജനങ്ങൾക്ക് സാന്ത്വനമേകാനും അവരെ ചേർത്ത് പിടിക്കാനും നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞുവെന്നത് കേരള പോലീസിന്റെ സാമൂഹിക പ്രതിബദ്ധത വെളിപ്പെടുത്തുന്ന കാര്യമാണ്. സർവ്വതും നഷ്ടപ്പെട്ട ഒരു പൊതുസമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നിങ്ങളും നിങ്ങളുടെ സംഘടനയും എല്ലാ ഘട്ടത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 70 ലക്ഷം രൂപയാണ് നിങ്ങൾ സംഭാവനയായി നൽകിയത്. നാടിനാകെയുള്ള നിങ്ങളോടുള്ള നന്ദി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ. വയനാട് ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭവന നിർമ്മാണത്തിനുള്ള സഹായങ്ങൾ പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയും സംഘടനയും സംയുക്തമായി ചെയ്തു കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടെയുള്ളവരെ കരുതുന്നതാണ് മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ തെളിവ്. ആ നിലക്ക് ഈ സംഘടനയ്ക്കുള്ള മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണിത്. ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്ന് നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കെല്ലാം നല്ല ഹരത്തോടെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. അതിന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ
ചില കാര്യങ്ങൾ വെച്ചാണ് ആ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണ്. ഏത് കാര്യവും അതിൻ്റെ ശരിയായ മെറിറ്റിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കുക. ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു, ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി. അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിന്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. പോലീസ് സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യം ഇവിടെ പറഞ്ഞു. പോലീസുകാർക്ക് മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക, ഇത് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ ഒരു കാര്യമാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് പോലീസ് സ്റ്റേഷനുകളടക്കം സ്റ്റാഫ് പാറ്റേണുകളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനും ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് മതിയായ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ദുരന്തം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേക പ്രാവീണ്യമുള്ളൊരു വിഭാഗവും അത് കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ളൊരു വിഭാഗവും നമ്മുടെ പോലീസ് സേനയിൽ വേണമെന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ച പ്രത്യേക ആവശ്യങ്ങളുണ്ട്. അവയെല്ലാം ഉചിതമായ രീതിയിൽ പരിഗണിക്കുമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. ആധുനിക കാലത്തിന്റെ ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാൻ കഴിവുള്ള സേനയായി കേരള പോലീസിനെ മാറ്റി തീർക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിന് നിങ്ങൾ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. PV അൻവർ ഉന്നയിച്ച ആരോപണം അതിന്റെ മെറിറ്റിൽ അന്വേഷിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്.